പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിത്രകീടങ്ങളെ ആകർഷിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി സൗഹാർദ്ദ കൃഷിയിൽ രോഗകീട നിയന്ത്രണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ കീടബാധ ഉണ്ടായാലും നമ്മുടെ മനസ്സ് മുദ്രിച്ചു പോകും, നമുക്ക് ചെയ്യേണ്ടാന്ന് തോന്നിപ്പോകും. നമുക്കതിന് പലവിധത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. കൃഷി ചെയ്തു തുടങ്ങുമ്പം തന്നെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങും. ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് മിത്രകീടങ്ങളെ ആകർഷിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ്. നമ്മുടെ പച്ചക്കറികളെയൊക്കെ ആക്രമിക്കുന്ന കീടങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിന് ചെറിയ ചെറിയ വണ്ടുകൾ, ചാഴികൾ, അതുപോലെ തന്നെ പച്ചപ്പുഴുക്കൾ, ഇലയുരുട്ടിപ്പുഴുവൊക്കെ, അതുപോലെ മീലിമുട്ട, ഇലപ്പേന്, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, പിന്നെ മുഞ്ഞ, ഇവയൊക്കെയാണ് മിക്കവാറും നമ്മുടെ പച്ചക്കറികളെ ആക്രമിക്കുന്ന കീടങ്ങൾ. അപ്പോൾ ഇവയെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഓരോ തരത്തിലുള്ള പച്ചക്കറികൾ നടുമ്പോഴും നമ്മുടെ പച്ചക്കറികൾക്ക് ഇടവിള എന്ന പോലെ തന്നെ ബന്ദിപ്പൂച്ചെടി നടാം, അതുപോലെ തുളസി നടാം, പിന്നെ ക്യാരറ്റ്, മല്ലിയില, പുതിനയില, ചീര, വിതപയറ് ഇവയൊക്കെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവയൊക്കെ ഈ മിത്രകീടങ്ങളെ ആകർഷിച്ച് മറ്റ് കീടങ്ങളെ നിയന്ത്രിക്കുന്ന വിളകളാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വിളകൾ നമ്മുടെ പരിസ്ഥിതിയിലേക്ക് സൗഹാർദ്ദമായ രീതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്തു പോകാൻ പറ്റും. കാരണം നമുക്ക് ഈ ക്യാരറ്റ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം മിത്രകീടങ്ങൾ വരികയും നമ്മുടെ ഈ പച്ചക്കറിയെ ബാധിക്കുന്ന മറ്റ് കീടങ്ങളെ ഇത് നിയന്ത്രിക്കുകയും ചെയ്യും. വണ്ടുകളുടെ ആക്രമണം തടയും. അതുപോലെ സിർഫസ്, ഈച്ചകളെ, ഇവയൊക്കെ ഈ ക്യാരറ്റ് ചെടിയെ ആകർഷിച്ചിട്ട് മറ്റ് കീടങ്ങളെ അത് തിന്നൊടുക്കുകയോ കൊന്നൊടുക്കുകയോ ഒക്കെ ചെയ്ത് അതിനെ നിയന്ത്രിക്കും. അങ്ങനെയാണ് മിത്രകീട നിയന്ത്രണം രോഗബാധയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കുറേ കാര്യങ്ങൾ അതിനെ വിശദമായിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷി ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കൃഷി നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഈ ബന്ദിപ്പൂച്ചെടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് കാരണം മറ്റ് കീടങ്ങളെ ഈ വിളകളിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് തുളസി നടുന്നത്, അത് ക്യാരറ്റ് നടുന്നത്, പുതിനയില നടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കുറേയധികം കീടനിയന്ത്രണം നടക്കുകയും നമ്മുടെ പരിസ്ഥിതിക്ക് കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് വലിയ കുഴപ്പമില്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.